ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിനി പിസ്സ കപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്, അതിലേറെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു പിസ്സ കപ്പ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. മിനി പിസ്സ കപ്പ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി വലിയ പീസുകളായിട്ട് അരിയരുത് കേട്ടോ. വളരെ ചെറിയതായിട്ട് വേണം സവാള അരിഞ്ഞെടുക്കാനായിട്ട്. അതേപോലെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം വളരെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ തക്കാളി നമ്മൾ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ തക്കാളിയുടെ ഉൾഭാഗത്തുള്ള കുരുവിൻ്റെ ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് വേവിച്ച കോണാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേവിച്ച കോൺ ഒരു 2 ടീസ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൽ ഓരോന്നിൻ്റെയും അളവിൽ വ്യത്യാസം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഏതാണ് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം. പിന്നെ നമുക്കതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിസ്സ സോസാണ്. അപ്പോൾ പിസ്സ സോസ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മയോണൈസാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതൊന്നും ഇഷ്ടമല്ല, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എഗ്ഗ് ചേർത്തിട്ടുണ്ടാക്കുന്നതും എഗ്ഗ് ചേർക്കാതെ ഉണ്ടാക്കുന്ന മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ആ മിക്സ് അവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ബ്രെഡ് എടുക്കുക. ബ്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന റോളർ വെച്ചിട്ട് റോൾ ചെയ്യുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ റോളർ വെച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഷാർപ്പ് എഡ്ജുള്ള മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബൗൾ വെച്ചിട്ടോ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ചെറിയ ബൗളാണ് കേട്ടോ. ചെറിയ ബൗൾ വെച്ചിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഷാർപ്പാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് കട്ടായി കിട്ടും. ബ്രെഡ് നല്ല സോഫ്റ്റും അല്ലേ, അപ്പോൾ നല്ല പെട്ടെന്ന് നമുക്കത് കട്ട് ചെയ്ത് കിട്ടും. നമുക്ക് കണ്ടില്ലേ, നല്ല സർക്കിളായി കിട്ടി. ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കത്രിക വെച്ചിട്ട് അത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ ചെറിയൊരു കട്ട് കൊടുക്കണം. അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ കട്ട് ചെയ്തതിൻ്റെ താഴെയും മുകളിലുമായിട്ട് കുറച്ച് മൈദയുടെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മൈദയുടെ മിക്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, കുറച്ച് മൈദ പൊടിയിലേക്ക് ഒരു ലേശം ഉപ്പും വെള്ളവും ചേർത്ത് അധികം ലൂസല്ലാത്ത രീതിയിലൊന്ന് കലക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒരു പശ പോലെ അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ആ കട്ട് ചെയ്തതിൻ്റെ താഴെയും മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഒരു കുമ്പിൾ കുത്തുന്ന പോലെ നമ്മൾ പതിയെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പൊട്ടിപ്പോകാത്ത രീതിയിൽ നമ്മളിതുപോലെ ഒരു കപ്പ് പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബ്രെഡ് പീസ് നമ്മൾ അതുപോലെ ഒരു കപ്പ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് പീസുകളെല്ലാം കപ്പ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒരു കുട്ടി കപ്പായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇത് വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ഫസ്റ്റ് കപ്പ് ഇവിടെ റെഡിയായി. അപ്പോൾ അത് ഈ ഒരു ചെറിയ വട്ടം എന്ന് പറയുന്നത് നമ്മൾ കുഴിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അപ്പച്ചട്ടിയിൽ ആ റൗണ്ടിലേക്ക് പാകത്തിനുള്ള രീതിയിൽ വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ആ ഉണ്ണിയപ്പച്ചട്ടി എടുത്ത് അതിലേക്ക് ഓരോ കള്ളിയിലും കുറച്ച് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുട്ടി കപ്പുകളുണ്ടല്ലോ, ആ കപ്പുകൾ ഈ നെയ്യ് പുരട്ടിയ ആ കുഴിയിലോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ കപ്പുകളെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഇല്ലേ, ആ ഫില്ലിങ് ഇതിലോട്ട് ആ കപ്പിലേക്ക് ആ പാകത്തിന് നമ്മൾ കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒത്തിരി നിറഞ്ഞ രീതിയിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു മിനി കപ്പിലേക്ക് പാകത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ കപ്പിന് മുകളിലായിട്ട് ആ ഫില്ലിങ്ങിന് മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ മൊസറല്ല ചീസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുറേശ്ശെ അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ കപ്പിലെ ആ ഒരു ഫില്ലിങ്ങിന് മീതെയും നമ്മൾ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കതിന് മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോയും അതുപോലെ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തോരം എരിവ് വേണമെന്നുള്ളതിനനുസരിച്ച് നമുക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുക്ക് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യുന്ന സമയത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പാണ് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു എരിവൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്.
അപ്പോൾ നമ്മൾ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തു. അപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു മിനി പിസ്സ കപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ സ്റ്റൗമ്മ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റോളം ആ ചീസ് ഒന്ന് മെൽറ്റാവുന്ന വരെ നമ്മളൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗമൊക്കെ നമ്മുടെ ബ്രെഡിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കരിഞ്ഞിട്ടൊന്നുമില്ല. ഒരു 3 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ചീസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്കായാലും ഒത്തിരി ഇഷ്ടമാവും. ഇപ്പോൾ വിരുന്നുകാർ വരുമ്പോഴായാലും അവർക്കായാലും വെച്ച് കൊടുക്കാൻ നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.